ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആക്ച്വലി ഫോറക്സ് ട്രേഡിംഗ് നമുക്ക് 24/5 ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും 24 ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി കിൽ സോൺ എന്നുള്ള സമയമുണ്ട്. ഈ സമയത്ത് മാത്രം ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഈ ഒരു സമയങ്ങളിൽ നമുക്ക് നല്ല വോളറ്റാലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ലപോലെ ലിക്വിഡിറ്റീസ് ഉണ്ടാവും. അപ്പം ഒരു ഡൗട്ട് വരും, എന്താണ് ബ്രോ ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്യണ ലിക്വിഡിറ്റി കാരണമാണ്. നിങ്ങൾ കുറച്ച് എന്താണ് ലിക്വിഡിറ്റി പഠിക്കും, അതിന്റെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പഠിക്കും. സോ ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ലിക്വിഡിറ്റി കാരണമാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ളത്. സോ ഈ ഒരു കിൽ സോൺ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഈ ഫോറക്സ് ട്രേഡിംഗ് ഹവേഴ്സ് നമ്മൾ 3 സെക്ഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏഷ്യൻ സെക്ഷൻ, പിന്നത്തത് ലണ്ടൻ സെക്ഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് അമേരിക്കൻ സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻസിനെ പറ്റി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിൽ സോൺ എന്താ മനസ്സിലാവുള്ളൂ. അപ്പം ഒട്ടും ഒഴിക്കണ്ട, നേരെ ചാർട്ടിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ 5:30 ആൻഡ് എൻഡ് ചെയ്യണത് ഉച്ചയ്ക്ക് 2:30. ആൻഡ് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ സെക്ഷൻ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സെക്ഷൻ. ആൻഡ് ഇത് നമ്മളെ ഏഷ്യൻ സെക്ഷനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് 12:30 സ്റ്റാർട്ട് ചെയ്യും ആൻഡ് എൻഡ് ചെയ്യുന്നത് രാത്രി 9:30. ആൻഡ് ഈ യൂറോപ്പിനെയും ഓവർലാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അമേരിക്കൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം 5:30 മുതൽ പുതിയ ദിവസം 2:30 വരെ. ഐ മീൻ പുതിയ ദിവസമാവും 2:30. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് വരാം, ബ്രോ ഈ അവസാന സെക്ഷൻ എൻഡ് ചെയ്യണത് 2:30 ആൻഡ് പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് അല്ലെങ്കിൽ പുതിയ ദിവസത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ 5:30. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഏത് സെക്ഷനാണെന്ന് മേ ബി നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന സെക്ഷന്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന ആ ഒരു സമയത്തിന്റെ പേരാണ് ഡെഡ് സോൺ. അല്ലെങ്കിൽ മേജർ ആയിട്ട് ഒരു സെക്ഷൻസും അവിടെ ആക്റ്റീവ് അല്ല. ഓക്കെ, സോ സിംപ്ലി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആ നേരത്തെ ഒരു സെക്ഷൻസും ആക്റ്റീവ് അല്ല ആൻഡ് ആ ഒരു സെക്ഷന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സോൺ എന്നാണ്. സോ അതോടെ അത് കഴിഞ്ഞു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോണ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആൾക്കാർ ഓൾറെഡി പഠിച്ചു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി യൂറോപ്യൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:30. അതിൻ്റെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഏഷ്യയിലെ തന്നെ നമുക്ക് സിഡ്നി, ടോക്കിയോ എന്നീ ഡിഫറെൻറ്റ് ആയിട്ട് സെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ യൂറോപ്യൻ സെക്ഷനിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെക്ടർ ആയിട്ടുള്ള ഫ്രാങ്ക്ഫോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30. പക്ഷേ ഈ ഫ്രാങ്ക്ഫോർട്ട് അത്ര മേജർ ലിക്വിഡിറ്റി മാർക്കറ്റിൽ തരുന്നില്ല. സോ അതിൻ്റെ തൊട്ട് പിന്നിലുള്ള ലണ്ടനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ സെക്ഷനിൽ ലിക്വിഡിറ്റി ഡെലിവർ ചെയ്യണത്. ലിക്വിഡിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ മൂവ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ലിക്വിഡിറ്റി. നിങ്ങൾ വരും സീരീസിൽ പഠിക്കും. സോ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിൽ തരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ലണ്ടനാണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് മാർക്കറ്റിന് മൂവ്മെന്റ് ഒരു വോളിയം കൊടുക്കുന്ന ലണ്ടനാണ്. സോ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യാറെന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30. പക്ഷേ എങ്കിൽ പോലും ട്രൂ യൂറോപ്യൻ സ്റ്റാർട്ട് 11:30. സോ ഇത്രയേ ഉള്ളൂ സെക്ഷൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജസ്റ്റ് നോ DST ചേഞ്ച് ഹിയർ, അല്ലെങ്കിൽ DST ആക്റ്റീവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് DST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ലൈറ്റ് ടൈം ഷിഫ്റ്റ്. നമുക്കിപ്പോൾ ഈ ഒരു യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കനിലൊക്കെ ഈ ഒരു വിന്ററിനും സമ്മറിനും അവിടുത്തെ ടൈം ഷിഫ്റ്റ് ആവാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ മതി, ടൈം ഷിഫ്റ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു യൂറോപ്യൻ സെക്ഷനും അമേരിക്കൻ സെക്ഷൻ്റെയും ടൈമും ഷിഫ്റ്റ് ആവും. ഓക്കെ അല്ലേ? സോ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിന്റർ ടൈം ആവുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു 12:30, അത് 1:30 ആവും. ഓക്കെ, ഇവിടെ നോ DST ചേഞ്ച് ചെയ്യാനാണ് കൊടുത്തത്. പക്ഷെ യൂറോപ്പിലും അമേരിക്കയിലും ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു 12:30, 1:30 ആവും വിന്റർ ടൈമിൽ. ഇപ്പൊ സമ്മർ ടൈമാണ്. വിന്റർ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നവംബറിനാണ്. സോ ആ നേരത്ത് ഇവിടുത്തെ 12:30, 1:30 ആവും. അതുപോലെ തന്നെ 9:30, 10:30 ആവും. ജസ്റ്റ് ഒരു മണിക്കൂറിന്റെ ചേഞ്ച്. അതുപോലെ തന്നെ അമേരിക്കൻ സെക്ഷനിലും 5:30 എന്താവും, 6:30 ആവും. 2:30, 3:30 ആവും. സിമ്പിൾ. എൻ്റെ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇത് എപ്പത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവിടെ വിന്നർ ആയത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അത് നമുക്ക് ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അതിലെ ഗ്രേ ഫോൾഡറിൽ നമ്മളെ ടൈം ഷിഫ്റ്റ് വന്ന് തന്നെ പറയും. സോ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതോടെ ഈ ഒരു സെക്ഷൻസ് എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിൽ സോണിലോട്ട് പോവാം. നമുക്ക് മേജർ ആയിട്ട് 3 കിൽ സോൺസ് ആണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കിൽ സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സമയം അല്ലെങ്കിൽ മൂവ്മെന്റ് ഉള്ള സമയം, അതുപോലെ തന്നെ മാർക്കറ്റിൽ എൻഡ് എടുക്കാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം.
അപ്പോൾ ഈ ഒരു 3 എണ്ണങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു 3 എണ്ണവും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്പിൻ്റെയും അമേരിക്കൻ്റെയും അണ്ടറിലാണ്. അതിൻ്റെ അത് റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഏഷ്യൻ സെക്ഷനിൽ നമുക്ക് കിൽ സോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്ഡാക്കിൽ അതുപോലെ തന്നെ GBP/USD, EUR/USD എന്നീ പെയേഴ്സിൽ അല്ലെങ്കിൽ എന്നീ അസറ്റിലാവും. ആൻഡ് ആ ഒരു അസറ്റ്സ് നമ്മൾ ഏഷ്യൻ സെക്ഷനിൽ ഭയങ്കര ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാവാറില്ല. സോ നമ്മൾ ഏഷ്യൻ കിൽ സോണിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 3 കിൽ സോൺസ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ആൻഡ് അതിൽ വരുന്ന ഫസ്റ്റ് കിൽ സോൺ ആണ് ലണ്ടൻ കിൽ സോൺ. സിംപ്ലി നമ്മളെ യൂറോപ്യൻ സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങിലെ 2 ഹവർ 12:30 മുതൽ 2:30 വരെ. ആൻഡ് ന്യൂയോർക്ക് കിൽ സോൺ വൈകുന്നേരം വരുന്ന 5:30 മുതൽ 8:30 വരെ. ആൻഡ് രാത്രി 10:30 മുതൽ 12:30 വരെ NYPM കിൽ സോൺ. ഈ NY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് കിൽ സോണിന്റെ ബാക്കി വരുന്ന കിൽ സോൺ ആണ്. ആൻഡ് NY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ന്യൂയോർക്കിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ടതാണ് കേട്ടോ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ടിപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. നമ്മുടെ കിൽ സോൺസിന്റെ ക്ലാസ് ഇതോടെ കഴിഞ്ഞു. ഇതിൽ ടിപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ ഒരു 3 കിൽ സോൺസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വോളിയം കുറഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് ഇനാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു കിൽ സോൺ ആണ്. ഓക്കെ അല്ലേ? മീൻസ് മാർക്കറ്റിൽ അത്ര മൂവ്മെന്റ് കിട്ടണമെന്നില്ല. ആൻഡ് ഈ ഒരു 3 കിൽ സോൺസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ കിൽ സോൺ ഈ ഒരു രാത്രിക്കത്തെ ന്യൂയോർക്ക് കിൽ സോണുമാണ്. 5:30 മുതൽ 8:30 വരെയുള്ള. ആൻഡ് അതുപോലെ തന്നെ ഈ ജസ്റ്റ് നിങ്ങൾ സൈക്കോളജിക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലണ്ടൻ കിൽ സോണിൽ ഇപ്പോൾ എൻട്രി കിട്ടിയില്ല, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ന്യൂയോർക്കിൽ എൻട്രി വരാം. ഓക്കെ അല്ലേ? ഈ ന്യൂയോർക്കിലും കിട്ടിയില്ലെങ്കിൽ NYPM കിൽ സോണിൽ ചാടി കയറി എൻട്രി എടുക്കരുത്. കാരണം അവിടെ മാർക്കറ്റിന് വോളിയം കിട്ടണമെന്ന് ഉറപ്പില്ല. അല്ലെങ്കിൽ ഈ 2 കിൽ സോൺ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് ആണ് ഇത്. മീൻസ് കുറച്ച് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിന് മൂവ്മെന്റ് കുറച്ച് കുറവാണ്. സോ ആ ഒരു സാധനം കൂടെ നിങ്ങളെ മൈൻഡിൽ വേണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു DST ആക്റ്റീവ് ഉണ്ടല്ലോ, അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. നമ്മൾ നോക്കുമ്പോൾ വിന്റർ ടൈം ആവുമ്പോൾ ഇവിടെ ഈ ഒരു 12:30 1:30 ആവും. അതുപോലെ തന്നെ 2:30 3:30 ആവും. ആൻഡ് സെയിം ഇവിടുത്തെ 5:30 6:30 അതുപോലെ തന്നെ 8:30 9:30 സെയിം നമ്മളെ NYPM കിൽ സോണിലും അപ്ലിക്കബിൾ ആണ്. സോ ആ കാര്യം നിങ്ങളെ മൈൻഡിൽ വെക്കുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചാർട്ടിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ, ജസ്റ്റ് ഞാൻ ഇവിടെ 7:30 ഫ്രൈഡേ 8 മെയ് 26 9:30 എന്നുള്ളത്. ആൻഡ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളെ വരാൻ പോണത് നമ്മളെ ഇന്ത്യൻ ടൈം എല്ലാവർക്കും. അവിടെ വരുന്നത് നിങ്ങൾക്ക് നമ്മളെ US ടൈമോ അല്ലെങ്കിൽ വല്ല UK ടൈം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ഈ ഒരു ടൈം സോൺ ഈ ഒരു സംഭവം ഉണ്ടോ, അവിടെ പോയിട്ട് UTC+530 ആയി കൊടുക്കണം. മേ ബി നിങ്ങൾ നിൽക്കുന്ന കൺട്രി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഡൗൺലോഡ് ആക്കുന്ന അധികം ആൾക്കാർക്കും വരാൻ US ടൈമിംഗ് ആയിരിക്കും. സോ അത് നിങ്ങൾ മാറ്റിയിട്ട് UTC+530 കൊൽക്കത്ത എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഓപ്ഷൻ ആക്കി കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇന്ത്യൻ ടൈം ഈ ഒരു ചാർട്ടിൽ കിട്ടുള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്, മീൻസ് നമ്മൾ ടൈം നോക്കുമല്ലോ, കിൽ സോണിൻ്റെ ടൈമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് US ടൈം എന്നിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഏത് ടൈമാണ്, ഇന്ത്യൻ ടൈമാണ്. സോ ആ കിൽ സോണും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അത് ഇന്ത്യൻ ടൈം ആക്കണം. സോ അതൊരിക്കലും മറക്കരുത്. സോ ഇതോടുകൂടി നമ്മളെ ഈ ഒരു സെക്ഷൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു, അല്ലെങ്കിൽ കിൽ സോൺ എന്നുള്ള ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ മറക്കാതെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.